ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണേ. 5:45 അലാറം വെക്കുകയാണെങ്കിലും ഞാനൊരു 6 മണിയൊക്കെ ആവും എണീക്കാൻ. പിന്നെ നേരെ പോയി നിസ്കരിച്ച് കുറച്ച് ടൈം നിസ്കാരത്തിലിരിക്കും. പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ എണീറ്റ് ഞാൻ കുറച്ച് ടൈം ഫോണൊക്കെ നോക്കി ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും വാട്സപ്പിലൊക്കെ മെസ്സേജസും റിപ്ലൈ ഒക്കെ കൊടുത്ത് പിന്നെ ഉമ്മാൻ്റെ വക നല്ല ചൂടുള്ള ചായ ഉണ്ടാക്കും. ചൂടുള്ള ചായ എടുക്കും. രാവിലെ നല്ലൊരു സ്ട്രോങ് ചായ വേണം. ചായയും എന്തെങ്കിലും ചെറിയൊരു ബ്രെഡോ ബന്നോ എന്തെങ്കിലുമൊക്കെ വേണം. പിന്നെ രാവിലത്തെ സ്നാക്കും ഉണ്ടാക്കുകയാണ്. ഇന്ന് ദോശ കേട്ടോ, മസാല ദോശ. പിന്നെ അത് കഴിഞ്ഞ് ഇത് കുട്ടീസിൻ്റെ പണിയാണേ. വീട് ആകെ അലങ്കോലപ്പെടുത്തും. പിന്നെ ഞാൻ ഓഫീസിൽ പോകുന്നുണ്ട്. അപ്പോൾ ഓഫീസിൽ പോകുന്നതിന് മുന്നേ ഞാനൊന്ന് വീടൊക്കെ ആകുന്നതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കും. അത് അനിയൻ കാലിക്കറ്റ് എയർപോർട്ടിലാണ് വർക്ക് ചെയ്യണം. അവൻ വീക്കിൽ 1 ഡേ ഒക്കെ വീട്ടിലോട്ട് വരും. പിന്നെ ഞാൻ ഓഫീസിൽ പോകാനുള്ളതായതുകൊണ്ട് ഞാൻ മോളെ വേഗം വിളിച്ചുണർത്തും. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഉണർത്തിയിട്ട് പിന്നെ അവളൊന്ന് ഫ്രഷാക്കി എണീപ്പിക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവളെ ഫ്രഷാക്കിയൊക്കെ ഒന്ന് ഫുഡൊക്കെ കൊടുത്ത് റെഡിയാക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അയൺ ചെയ്ത് ഞാനൊന്ന് ഫ്രഷ് ആയിട്ടാണ് ഫുഡ് കൊടുക്കാറ്. ഞാനും മോളും കൂടി ഒരുമിച്ച് കഴിക്കാറ്. പോണിന് മുന്നേ ഒരുമിച്ച് കഴിക്കും. പിന്നെ മസാല ദോശ എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് ചട്നി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ചട്നിയും ദോശയും കൂടി കഴിച്ച് മോളെ ഫുഡ് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫുഡ് കഴിക്കൊന്നുമില്ല. എന്നാലും ഇപ്പം നല്ല കഥ പറഞ്ഞിട്ടോ ഫോൺ കാണിച്ചു കൊടുത്തിട്ടൊക്കെ ഉള്ള ഫുഡ് കഴിക്കുള്ളൂ. വീടിൻ്റെ അവിടുന്ന് ഒരു 10-15 മിനിറ്റ് എനിക്ക് പോകണം ബസ് സ്റ്റോപ്പിക്ക്. പിന്നെ ബസ് കയറിയിട്ട് ഒരു ഓട്ടോ കിട്ടിയിരുന്നു. ഓട്ടോ കയറി ബസ് കയറി നേരെ എനിക്ക് അൽഹിന്ദിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇറക്കും. അൽഹിന്ദിലാണ് ഞാൻ വർക്ക് ചെയ്യണം, അക്കാഡമിയിൽ. അപ്പോൾ രാവിലെ വേഗം വന്ന് ഞാൻ പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അന്നത്തെ ഡേ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോകും. പിന്നെ വന്ന് കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് വിളിക്കും. മോക്കൊന്ന് വീഡിയോ കോൾ ചെയ്യും. അപ്പോൾ മോളും അനിയത്തിൻ്റെ മോളും ഉണ്ട്, ലച്ചൂസ്. അപ്പോൾ അവരോട് കുറച്ച് ടൈം ഒന്ന് സംസാരിച്ചിരുന്നിട്ട് പിന്നെ ഞാൻ വേഗം ഡ്യൂട്ടിക്ക് ഇരിക്കും. മോർണിംഗ് ഇവിടെ വന്നിട്ട് കുറച്ചൊരു വർക്ക് ഉണ്ടാവും, മോർണിംഗ് ഡ്യൂട്ടീസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പോകുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവൾ റാഹില എന്ന പേര്, അവൾ UAE വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൾക്കൊന്ന് വിളിക്കും. ഞാൻ സംസാരിച്ച് പിന്നെ കുറേ ടൈം ഇരുന്ന് സംസാരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ഇതാണ് എൻ്റെ ഓഫീസിലുള്ള സ്റ്റാഫ്. ഇതാണേ. ഹായ് പറയും. ഇവരാട്ടോ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ അവിടെ അടുത്ത് തന്നെ ഉച്ചയ്ക്ക് പിന്നെ ഞങ്ങളൊരു കഞ്ഞിക്കട ഉണ്ട്. അവിടെ ഞാൻ എൻ്റെ ഫ്രണ്ട് അവളും പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവൾ കൊടുന്നിരുന്നു ഫുഡ്, അതും കഴിച്ച്. പിന്നെ ഒന്ന് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്കൊരു മൂവി ടിക്കറ്റ് ആയിരുന്നു. മൂവി ഡേ ഉണ്ടായിരുന്നു. മന്ത്ലി നമ്മളൊരു മൂവി ഡേ എന്ന് പറഞ്ഞിട്ട് പിള്ളേർക്ക് കൊടുക്കും. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് കണ്ടത് സൂക്ഷ്മദർശിനിയായിരുന്നു. പിന്നെ വൈകിട്ട് ചില്ലറ വർക്കൊക്കെ ഒന്നും കൂടി ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോരുമ്പോൾ ഞാൻ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. ഇപ്പോൾ ഇന്നിപ്പോൾ അവരെന്തോ സ്ലൈം എന്തോ വാങ്ങിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് സ്ലൈമും 2 മിഠായിയും വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് പോന്ന്. വീട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും മക്കൾ, എന്താ കൊണ്ടുവരുന്നത് വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ അവർക്ക് കൊടുക്കും. പിന്നെ വൈകിട്ട് ഫ്രഷ് ആവലും നിസ്കാരവും മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിനെ ഒന്നുകൂടി കോൾ ചെയ്യും. ഇന്ന് ഗുഡ് നൈറ്റ്.